തിരുവനന്തപുരത്ത് യുവാവിനെ ജയിൽ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന് പരാതി. പോലീസ് മർദ്ദനം മജിസ്ട്രേറ്റിന് മുമ്പിൽ പറഞ്ഞതിനാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ മർദ്ദനമെന്നാണ് ആരോപണം. നെയ്യാറ്റിൻകര ജയിലിലെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്നാണ് വെള്ളറട സ്വദേശി സജിൻ ദാസിന്റെ പരാതി. ശ്വാസതടസ്സം നേരിട്ട് സജിൻ ദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരിമോഹൻ ചേരുന്നു. ഹരി, എന്താണ് സംഭവം? വണ്ടികൾ വിൽക്കുന്ന കടയാണ്. വണ്ടി കൊണ്ട് വെച്ച സമയത്ത് രണ്ട് പോലീസുകാരും കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ കടയിലോട്ടങ്ങ് ഇറങ്ങി പറയുന്ന വീട് ജപ്തി ചെയ്യുന്ന കാര്യമായിട്ട് വന്നാണെന്നോ. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത് നമ്മൾ പണ്ട് ഒരു ചിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, 2012 ചിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ആപ്കോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. അപ്പോൾ ഈ ചിട്ടി മുടക്കമായി അതിൽ 28,000 രൂപ നമ്മൾ അടയ്ക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ജപ്തിക്ക് വന്നതെന്ന് പറയും. അപ്പോഴേക്കും പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവരൊരു ഗുഡ്സ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ പറക്കിയെടുത്തു. ആ പോലീസുകാർ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരു വണ്ടി വേണമെങ്കിൽ വണ്ടി എടുത്തു എന്ന് പറയും. അത് ഫുള്ളും വീഡിയോയിലുണ്ട്. അപ്പോൾ താക്കോൽ ഊരിയപ്പോൾ ഞാൻ പറഞ്ഞത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. എടുക്കുകയാണെങ്കിൽ അത് കേസിൻ്റെ രീതിയിൽ പോകുമെന്ന് പറയും. അത് വേറെ ആളുടെ പേരിലിരിക്കുന്ന വണ്ടിയാണ്, എൻ്റെ പേരിലുള്ള ഒരു സാധനം ഇവിടെ ഇല്ലയെന്ന് പറയും. അപ്പോൾ അവർ ഇപ്പം നിനക്ക് കാണിച്ചു തരാമെന്ന് പറയും. പിന്നെ സംസാരങ്ങൾ ഒത്തിരി രൂക്ഷമായപ്പോൾ പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. പോലീസുകാർ വന്നപ്പോൾ ഇടിച്ച് ഷട്ടെല്ലാം വലിച്ചു കയറി. എൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയനും വന്നു, പുള്ളിയെ എടുത്ത് ജീപ്പിനകത്ത് കയറ്റി. ഹരിമോഹൻ ചേരുന്നു. ഹരി, എന്താണ് ഈ പരാതിക്ക് കാരണമായ സംഭവം? അതായത് ഒരു സ്വകാര്യ ബാങ്കിൽ നിന്നും 1 ലക്ഷം രൂപ ഈ സജിൻ ദാസ് എന്ന് പറയുന്നയാൾ വാങ്ങിയിരുന്നു. അതായത് 22,000 രൂപ തിരിച്ചറിവ് ഇതിൽ വരികയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥരുമായി ബാങ്കിൽ നിന്ന് വെള്ളറട പോലീസുമായി ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി സജിൻ ദാസിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇവിടെ വെച്ച് ജപ്തി നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഈ ജപ്തി നടപടികൾ നടക്കുന്നതിനിടെ, അതായത് വീട്ടിനുള്ളിൽ കയറി സാധന സാമഗ്രികൾ എടുത്ത് ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ ലോറിയിൽ കയറ്റിയിരുന്നു. ആ വാഹനം, ആ ലോറി മുൻപോട്ട് എടുക്കാൻ ശ്രമിച്ചപ്പോൾ സജിൻ തടയുകയായിരുന്നു. പിന്നീട് തുടർന്ന് വാക്കേറ്റം അവിടെ വെച്ച് ഉണ്ടായി. തുടർന്ന് സജിനെ വെള്ളറട പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ഈ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് ഇയാളെ മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ ആരോപണത്തിൽ പറയുന്നത്, പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർന്ന് പിറ്റേ ദിവസം സജിൻ ദാസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതിനിടയിൽ പോലീസ് മർദ്ദനത്തിനിരയായ കാര്യം കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ സജിൻ മൊഴി നൽകി. ഈ മൊഴി നൽകിയതിനെ തുടർന്ന് ജയിലിലെത്തിയ ശേഷം 3 വാർഡന്മാർ ചേർന്ന് തന്നെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് സജിൻ ദാസ് ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ ഇല്ലാത്ത മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് സജിൻ ദാസ് പറയുന്നത്. ഇതേ തുടർന്ന് സജിന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമുണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ സജിൻ ഇപ്പോൾ ഒരു ആരോപണമായി ഇക്കാര്യം പോലീസിനെതിരെയും അതുപോലെ തന്നെ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും പറയുന്നത്. താൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും സജിൻ ദാസ് പറയുന്നു. ഇതിനിടയിൽ തന്നെ നിരവധി പേർ ബന്ധപ്പെടുകയും കേസിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് സജിൻ ദാസ് ആരോപിക്കുന്നത്. എന്തായാലും താൻ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും സജിൻ ദാസ് പറയുന്നുണ്ട്. ശരി ഹരി.